Hola amigos, ¿cómo estás? ഇന്ന് ഞാൻ എൻ്റെ ചങ്ങായിമാരപ്പോൾ ട്രിപ്പ് പോവാണ്. സംഭവം ട്രിപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് പനിയും ജലദോഷമൊക്കെ പിടിച്ച് പെരിയിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് വോയിസിന് ഒരു ചെറിയ ചേഞ്ചൊക്കെ ഉണ്ടാവും. കാലങ്ങളോളം പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു ട്രിപ്പ് തന്നെ ഈ ബാംഗ്ലൂർ പോക്ക്. അവസാനം അത് നടന്ന് കിട്ടി. ട്രിപ്പൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും പാടി ഒന്ന് മുടി വെട്ടാൻ കയറി. ഒന്ന് ചൊർക്കാവണ്ടേ, മുടിയൊക്കെ വെട്ടി ചൊർക്കായിട്ട് പോകണത് കണ്ടാവും ഒന്നും ബാംഗ്ലൂർക്ക് പെണ്ണെട്ടാനാണ് പോകേണ്ടതെന്ന്. അങ്ങനെ മുടിവെട്ടിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചാൻ പോയി. അല്ലെങ്കിൽ ചങ്ങായിമാരെല്ലാരും പാടി ഒരു ചായ കുടിച്ചാൻ പോക്ക് അത് ഭയങ്കര രസമാണ്. ചിരിച്ചാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 6:15 നമ്മൾ പെരിന്നിറങ്ങി. എവിടേക്ക്? ബാംഗ്ലൂർക്ക്. ഡ്രസ് കോഡാണല്ലോ. ക്രിസ്മസോ? ഞാനൊരു ചോപ്പ് ഉപ്പായിട്ട് പുറത്തിറങ്ങിയപ്പോൾ ട്രിപ്പിന് വന്ന 2 തെണ്ടികളും ചോപ്പ്, റോട്ടുമുൽ കൂടെ നടന്നു കൊണ്ടുവരും ചോപ്പ്, റോഡിന് സൈഡിൽ നിർത്തിയിട്ട് ബൈക്കും ഇരിക്കണവനും ചോപ്പ്. ഇത് എല്ലാവരും പാടി ഇത് രമേശ് ചേട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് കുഴപ്പമുണ്ടായത്. അവിടെയും ചോപ്പ്. എത്ര ലിറ്റർ വെള്ളം എടുത്ത് പറഞ്ഞ കാര്യമാണോ? ഞാൻ ഇതിൽ 5 ലിറ്ററിന്റെ വെള്ളം എടുത്തു പെരിന്ന്. ചൂടാറിയ വെള്ളം, ജീരക വെള്ളം ഇമ്മ കൊടുത്തിട്ടത്. മഞ്ഞപ്പൊടിയാണ് അറിയില്ല, കലകായിരുന്ന മതി വെള്ളം. അങ്ങനെ ബസ് കയറിയപ്പോൾ തന്നെ ഒരുത്തന് ഉറങ്ങണേ, മറ്റൊരുത്തന് എന്തോ വലിയ കാര്യമായിട്ട് എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പിന്നെ വേറെ ഏതോ ഒരു ഹാലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ 2 ബസ് മാറി കയറി നമ്മൾ സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് എടുക്കുന്ന ഇടയിൽ കൂടെ ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, റിസ്ക് എടുത്തവരെ ലൈഫിൽ സക്സസ് ആയിട്ടുള്ളൂ. ഓം എടുക്കാൻ പോണ റിസ്ക് എന്താണെന്ന് അറിയോ? 150 ഉറുപ്പിക ലാഭിക്കാൻ വേണ്ടിയിട്ടോ ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറാന്നുള്ളത്. അതേറ്റ TTR പിടിച്ച 12,000 ഉറുപ്പിക ഫൈൻ എടുക്കേണ്ടി വരും. പക്ഷെ ഓനക്കത് വിഷയമില്ല, ഓനക്ക് 150 ഉറുപ്പിക ലാഭിച്ചാൽ മതി, 12,000 പോയാലും കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ തലയിൽ അത്രയൊക്കെ തന്നെ ഉള്ളു ബുദ്ധി, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്ന്, ട്രെയിനാണെങ്കിൽ ഒരു തലക്കിലും നമ്മൾ വേറൊരു തലക്കിലും. അങ്ങനെ വണ്ടി ചെന്ന് ട്രെയിനിൽ കയറി. ബാക്കി പിന്നെ. അപ്പോൾ ശരി എന്നാ.